സോ കുറെ സിനിമ ഇന്ന് ഒ ടി ടിയിൽ റിലീസ് ആയിട്ടുണ്ട്. ഏതൊക്കെയാണെന്ന് നോക്കാം. സോ ഇന്തമാതിരി ഒ ടി ടി അപ്ഡേറ്റ്സ് ഒക്കെ കിട്ടണമെങ്കിൽ എന്നെ ഫോളോ തട്ടിക്കോങ്ക, ഫോളോ ഞെക്കിക്കോങ്ക. അതൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല, കഷ്ടപ്പെടേണ്ട ആവശ്യമില്ല. യു ക്യാൻ ചെക്ക് മൈ സ്റ്റോറി, അതിൽ തന്നെ എല്ലാം ഉണ്ടാവും. സോ ആദ്യത്തേത് ഒരു മലയാളം സിനിമയാണ്. മലയാളത്തിൽ നിന്ന് ഈ അടുത്ത കാലത്ത് തിയേറ്റർ റിലീസ് ചെയ്തിട്ട് 120 കോടി കളക്ഷൻ കിട്ടിയ ആട് 3, നമ്മുടെ ജയേട്ടന്റെ ആട് 3 C5ലാണ് സ്ട്രീം ചെയ്യുന്നത്. സോ നോം ഈ സിനിമ തിയേറ്ററിൽ കണ്ടാണ്. ഐ ഹാഡ് എ നൈസ് വാച്ച്. ഞാൻ തിയേറ്ററിൽ ഇരുന്ന് കുറെ ചിരിച്ചു കണ്ട സിനിമയാണ്. വൻ കിടുവായിട്ടൊന്നുമല്ല, എനിക്ക് അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു പടം, അത്യാവശ്യം ചിരിക്കാനും പരിപാടിയൊക്കെ ഉള്ള ഒരു പടമായിട്ടാണ് തോന്നിയത്. സോ ആട് 3 ഈ സ്ട്രീമിംഗ് ഓൺ C5. സോ ഈ അടുത്ത കാലത്ത് കോൺട്രവേഴ്സിക്ക് മേലെ കോൺട്രവേഴ്സി ഉണ്ടാക്കിയ ഒരു പടം, കേരള സ്റ്റോറി 2. സോ ദാറ്റ് സെപ്റ്റിക് ടാങ്ക് ഈ സ്ട്രീമിംഗ് ഓൺ Z5. അങ്ങനെ പറയാൻ പറ്റില്ല, അത്ര ബഹുമാനമൊക്കെ പ്രതീക്ഷിക്കാൻ പാടുള്ളൂ. സെപ്റ്റിക് ടാങ്കിനെ പിന്നെ സെപ്റ്റിക് ടാങ്ക് എന്നല്ലാതെ പിന്നെ പൂമാല എന്ന് പറയാൻ പറ്റില്ലല്ലോ. സോ ഫസ്റ്റ് പാർട്ട് നോർത്ത് ഇന്ത്യയിലൊക്കെ വൻ ക്ലിക്കായി. കേരളത്തിൽ ഇങ്ങനെയാണ് നടക്കുന്നതെന്ന് വിശ്വസിച്ച് നടക്കുന്ന കുറെ അലവലാദികൾ തന്നെ ഉണ്ട്. മറ്റേ ദുരന്തറിൽ പറയുന്ന ഡയലോഗ് ഇല്ലേ, ഇന്ത്യക്കാരാണ് ഇന്ത്യക്കാരുടെ ഏറ്റവും വലിയ ശത്രുക്കൾ എന്ന്. അതേപോലെ കേരളം, മലയാളികളുടെ ഏറ്റവും വലിയ ശത്രുക്കൾ മലയാളികൾ തന്നെയാണ്. ഇതിന് മൂട് താങ്ങി പിടിച്ച് നടക്കാൻ കുറെ അലവലാദികളുണ്ട്. സോ കേരള സ്റ്റോറി 2 അത്ര വലിയ സക്സസ് ഒന്നും ആയില്ല. സോ ദിസ് മൂവി ഈസ് ആക്ച്വലി സ്ട്രീമിംഗ് ഓൺ C5. വേണ്ടവര് കണ്ടു നോക്കുക. സോ തെലുങ്കിന്ന് ഒരു ഹൊറർ കോം ഇപ്പൊ ഒ ടി ടി റിലീസ് ചെയ്തിട്ടുണ്ട്. റക്കാസ, അതാണ് തോന്നുന്നു അതിന്റെ പ്രൊനൗൺസിയേഷൻ, എനിക്ക് ആക്ച്വലി അറിയില്ല. അത്യാവശ്യം പീപ്പിൾ അക്സെപ്റ്റൻസും അപ്രീസിയേഷനും ഒക്കെ കിട്ടിയ പടമാണ്. ദിസ് മൂവി സ്ട്രീമിംഗ് ഓൺ നെറ്റ്ഫ്ലിക്സ്. ചിലപ്പോ തെലുങ്ക് ഭാഷ മാത്രമേ അവൈലബിൾ ആയിട്ടുണ്ടാവുള്ളൂ, ചിലപ്പോൾ മൾട്ടിപ്പിൾ ഓഡിയോ അവൈലബിൾ ആയിരിക്കും. സോ റക്കാസ ഈ സ്ട്രീമിംഗ് ഓൺ നെറ്റ്ഫ്ലിക്സ്. സോ തെലുങ്കിന്ന് ഒരു റൊമാൻസ് അഡ്വെഞ്ചർ ജോണറിൽ ഒരു സിനിമ വന്നിട്ടുണ്ട്, ബൈക്കർ. നമ്മുടെ ശർവാനന്ദിന്റെ പടം. ഈ സിനിമയും നെറ്റ്ഫ്ലിക്സിലാണ് സ്ട്രീം ചെയ്യുന്നത്. യൂഷ്വലി ശർവയുടെ പടങ്ങളൊക്കെ അത്യാവശ്യം നൈസ് ആയിരിക്കും. വൻ പടമൊന്നും ആയിരിക്കില്ലെങ്കിലും വലിയ ബോറടി ഉണ്ടാവില്ല. സോ ബൈക്കർ ഈ സ്ട്രീമിംഗ് ഓൺ നെറ്റ്ഫ്ലിക്സ്. തമിഴിന്ന് ഒരു റൂറൽ ഡ്രാമ ഇപ്പൊ ഒ ടി ടിയിൽ വന്നിട്ടുണ്ട്, മനിതൻ ദൈവമാകലം. സൺനെക്സ്റ്റിലാണ് സ്ട്രീം ചെയ്യുന്നത്. സോ ഇങ്ങനെ ഒരു സിനിമ ഇറങ്ങിയ കാര്യം തന്നെ പേഴ്സണലി എനിക്ക് അറിയില്ല. ഞാൻ ചുമ്മാ ഇങ്ങനെ സൺനെക്സ്റ്റ് സ്ക്രോൾ ചെയ്ത് നോക്കുമ്പോ കണ്ടു. കുശി രവി ഇല്ലേ, നമ്മുടെ ദിയ, അതേപോലെ തന്നെ അയ്യാനമന, ഇതിലൊക്കെ മെയിൻ ലീഡായിട്ട് അഭിനയിച്ച ആക്ട്രസ് ആണ്. ആളാണ് ഇതിലും മെയിൻ ലീഡായിട്ട് അഭിനയിച്ചിരിക്കുന്നത്. സോ മനിതൻ ദൈവമാകലം ഈ സ്ട്രീമിംഗ് ഓൺ സൺനെക്സ്റ്റ്. സോ നമ്മുടെ തളപതി വിജയ് പൊളിറ്റിക്സിന് ഇറങ്ങിയതിന് ട്രോളിയിട്ട് ഒരു പടം ഇറങ്ങിയിട്ടുണ്ട്. ട്രോളിയിട്ട് പറയുമ്പോൾ അതിന്റെ ആക്ച്വൽ പ്ലോട്ട് അതാണോ എന്ന് എനിക്കറിയില്ല, പക്ഷെ പോസ്റ്റേഴ്സും ക്ലിപ്സ് ഒക്കെ കാണുമ്പോൾ അതേപോലെ തോന്നി. ഇവൻ ഇതിന്റെ മെയിൻ ലീഡ് വിജയുടെ അതേ കോസ്റ്റ്യൂമാണ് ഇട്ടിരിക്കുന്നത്. ലുക്കൊക്കെ ഓൾമോസ്റ്റ് സിമിലർ ആണ്. എന്തായാലും തമിഴ്നാട് 2026 സിനിമ ഈസ് ആക്ച്വലി സ്ട്രീമിംഗ് ഓൺ ആഹ, അതുപോലെ തന്നെ ആമസോൺ പ്രൈമിലും അവൈലബിൾ ആണ്. സോ വേണ്ടവർ കണ്ടു നോക്കുക. കഴിഞ്ഞ മാസം എന്താ തോന്നുന്നു ഈ സിനിമ തിയേറ്റർ റിലീസ് ചെയ്യുന്നതെന്ന്, അപ്പോഴേക്കും ഒ ടി ടിയിൽ വന്നിട്ടുണ്ട്. അത്രയും കിടുപടം ആയിരിക്കും, അത്രയും നിലവാരം ഉണ്ടാവും, അതുകൊണ്ടായിരിക്കും പെട്ടെന്ന് വന്നു. സോ ലാസ്റ്റ് ബട്ട് നോട്ട് ലീസ്റ്റ്, ഒരു തെലുങ്ക് സീരീസ് വന്നിട്ട് ജിയോ ഹോട്ട്സ്റ്റാറിൽ, ബാച്ച്മേറ്റ്സ്. സോ ജിയോ ഹോട്ട്സ്റ്റാറിന്റെ കാര്യമൊന്നും പറയണ്ടല്ലോ, 4 എപ്പിസോഡ് വെച്ചിട്ട് അവന്മാർ ഇറക്കുള്ളൂ. സോ നമ്മൾ എല്ലാ ആഴ്ചയും വെയിറ്റ് ചെയ്തിരിക്കണം, മനെ ജിയോ ഹോട്ട്സ്റ്റാറെ എപ്പിസോഡ് എവിടെയോ ചോദിച്ചിട്ട്. അത് ഭയങ്കര ഒരു വൃത്തികെട്ട പരിപാടിയാണ്. സോ ബാച്ച്മേറ്റ്സ്, ദിസ് ഈസ് ആക്ച്വലി തെലുങ്ക് സീരീസ് സ്ട്രീമിംഗ് ഓൺ ജിയോ ഹോട്ട്സ്റ്റാർ. ജിയോ ഹോട്ട്സ്റ്റാറിൽ തന്നെ വേറൊരു സീരീസ് ഉണ്ട്, ഇപ്പൊ ഭയങ്കര കോൺട്രവേഴ്സി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന സീരീസ് ആണ് റിസോർട്ട്. റിസോർട്ടിന്റെ അടുത്ത 4 എപ്പിസോഡ് വന്നിട്ടുണ്ട്. എല്ലാ വെള്ളിയാഴ്ചയും ഇതിന്റെ 4 എപ്പിസോഡ് വെച്ച് വരും. ഇതുവരെ ഇറങ്ങിയ എപ്പിസോഡ്സ് ഒക്കെ കിട്ടുവാണ്. ഭയങ്കര കോൺട്രവേഴ്സി ഒക്കെ ഉണ്ട്, അതിനെ പറ്റിയിട്ട് ഡീറ്റെയിൽ ആയിട്ട് പിന്നെ പറയാം. സോ റിസോർട്ട് ഈ സ്ട്രീമിംഗ് ഓൺ ജിയോ ഹോട്ട്സ്റ്റാർ.